ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ എടുത്ത് വരികയാണ് കുടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി. ആ സമയത്താണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ഒച്ച കേൾക്കുന്നത്. അതിൽ നിന്നും ഷാരി ഇറങ്ങി വരികയാണ്. അപ്പോൾ ഷാരിയെ തന്നെ നോക്കുന്നുണ്ട്. ഷാരിയാണെങ്കിൽ പിന്നെയും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ കുറച്ചു നേരം. ആ സമയത്ത് ഷാരി കരയുകയാണെന്ന് ആദ്യം നമ്മുടെ സരയുന് മനസ്സിലാകുന്നില്ല. അങ്ങനെ സരയുവിനെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ണീരൊക്കെ തുടച്ച് പതുക്കിനെ അകത്തേക്ക് വരികയാണ്. അമ്മ ഇത് എവിടെ പോയതാണ്, എനിക്കിവിടെ ഒരാളും ഇല്ല ഒന്ന് ചെയ്തു തരാനായിട്ട്. ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നിയപ്പോൾ ഒരാരും ഉണ്ടായില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്തു, ഇത് കുടിക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആണ് ഷാരിയുടെ കണ്ണിലേക്ക് ശ്രദ്ധിക്കുന്നത്. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്, അമ്മ കരഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ മോളെ, ഞാൻ ഒരുപാട് കരഞ്ഞു. ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഒരുപാട് കരഞ്ഞു. എൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇറക്കി വെച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അമ്മയ്ക്ക് എന്താ എത്ര അധികം വലിയ വിഷമം, എന്നോട് പറയാമേ. ഞാനും അമ്മയും തമ്മിൽ ഒരു രഹസ്യ ഇടപാടുകളൊന്നും ഇല്ലല്ലോ, നമ്മൾ തമ്മിൽ എല്ലാം തുറന്ന് പറയാറുള്ളതല്ലേ, അമ്മയ്ക്ക് എന്താ എന്ന് പറയുമെന്ന് പറയാണ് സരയും. ആ സമയത്ത് പറയുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും മോളോട് തുറന്ന് പറയാൻ പറ്റില്ല, ചില രഹസ്യങ്ങൾ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ ഷാരിയും പറയുകയാണ്. ആ സമയത്ത് സരയെ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ പറ്റിയത്, ഇനിയിപ്പോൾ രൂപയാൻ്റിയും അതുപോലെ തന്നെ ആ ചന്ദ്രസേനനൊക്കെ ഒന്നിച്ച് എന്നുള്ളൊരു സത്യം തന്നെയാണോ, അതുകൊണ്ടാണോ അമ്മയ്ക്ക് ഇങ്ങനെ ഇത്ര വിഷമമൊക്കെ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, അവരൊന്നും ഒന്നിച്ചിട്ടില്ല, അവരൊക്കെ ഇപ്പോഴും ശത്രുക്കളെ പോലെ തന്നെയാണ് കഴിയുന്നത് എന്ന് പറയാണ്. അപ്പോൾ സരയെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ രൂപാൻ്റി ചന്ദ്രസേനനെ കൊല്ലുമോ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷാരി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ്, രൂപ ചന്ദ്രസേനെ കൊന്നില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛനെ കൊല്ലും എന്നിങ്ങനെ മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തിട്ടോ ആ ചോദ്യത്തിന് മറുപടി പറയാതെ അകത്തേക്ക് പോവുകയാണ് ഷാരിയെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ നമ്മുടെ രാഹുൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടന്നിട്ട് തൻ്റെ ഫോൺ എടുത്ത് ചെവിട്ടിൽ വെച്ച് അവിടെ ആ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഷാരിയാണെങ്കിൽ പയ്യെ നടന്നു വരികയാണ്. രാഹുൽ കാണുന്നില്ല. എന്നിട്ട് അവിടെ ആ ടേബിളിലിരിക്കുന്ന ആ ഒരു വലിയൊരു ഫ്ലവർ വേഴ്സ് എടുത്തിങ്ങനെ നിൽക്കുമ്പോഴാണ് രാഹുൽ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഒറ്റയടിയാണ് തലയ്ക്ക്. അങ്ങനെ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ആ തല പൊത്തിങ്ങനെ നിൽക്കുകയാണ്. തല പൊട്ടി ഒരുപാട് ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് സരയു ഓടി വരികയാണ്. അമ്മ എന്തായി ചെയ്തത്, അമ്മയ്ക്ക് എന്താ പറ്റിയത്, അച്ഛൻ്റെ തല അമ്മയാണോ ചെയ്തത് ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയാം, ഞാൻ അകത്തേക്ക് വന്നപ്പോൾ അയാൾ എൻ്റെ കഴുത്തിന് പിടിച്ചു കൊല്ലാൻ നോക്കി, അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് മോളെ എന്ന് പറയുമ്പോൾ രാഹുൽ എൻ്റെ ഇടയിൽ, ഇല്ല അങ്ങനെയൊന്നും ഇല്ല മോളെ, വെറുതെ പറയുന്നതാണെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. അങ്ങനെ സരയു അമ്മേനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്, അമ്മയ്ക്ക് എന്താണെന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോൾ തന്നെ രാഹുലിൻ്റെ ബോധം പോവുകയാണ്. അപ്പോൾ സരയു പറയാണ്, അമ്മ ഒന്ന് പിടിക്ക്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, എനിക്കൊറ്റയ്ക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചോരതേ വാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ സരയു പറയുന്നുണ്ട്. അപ്പോൾ ഷാരി മനസ്സിൽ വിചാരിക്കുന്നു, വാർന്ന് അയാളിങ്ങനെ ചാവട്ടെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നിർബന്ധിക്കുമ്പോഴും അങ്ങനെ അവരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഭാഗമൊന്നും കാണിക്കുന്നില്ല. പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിലാണെങ്കിൽ തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടി അങ്ങനെ കിടക്കാണ് രാഹുൽ. അപ്പോൾ നേഴ്സ് ഉണ്ട്. അപ്പോൾ ഗ്ലൂക്കോസൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സരയും അരികിൽ തന്നെയുണ്ട്. നേഴ്സ് പുറത്തേക്ക് പോകുമ്പോൾ സരയു അമ്മയോട് പറയാണ്, അമ്മ ഇതെന്ത് പണിയാണ് ചെയ്തത്, അമ്മയ്ക്ക് എന്താണ്, ഇനിയിപ്പം അച്ഛൻ്റെ ഭ്രാന്ത് അമ്മയ്ക്കായി മാറിയോ, അമ്മയ്ക്ക് എന്താ തലയ്ക്ക് നല്ല സുഖമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാഹുലും പറയുന്നത്, അതെ ഇവൾക്ക് കുറച്ച് ദിവസമായിട്ട് തലയ്ക്ക് നല്ല സുഖമില്ല, അതാണ് ഇപ്പോൾ വെറുതെ ഇരുന്ന് എൻ്റെ തല അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സരയു പറയണം, ഒരു കാര്യം ചെയ്യും, ഈ ഹോസ്പിറ്റലല്ലേ ഇതുള്ളത്, ഇവിടെ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, അതിനെ പോയി കാണിക്കുക അമ്മ. അപ്പോൾ എന്നിട്ട് അമ്മയുടെ അസുഖം മാറ്റുമെന്ന് പറയുമ്പോൾ, എൻ്റെ ഈ രോഗത്തിന് ഏത് ഡോക്ടറെ കാണിച്ചിട്ടും ഈ അസുഖം മാറില്ല എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ജീവിതം ആകെ തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് സരയു പറയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നതാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് പറയുമ്പോൾ ഷാരി പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റാനും താളം ഉണ്ടാക്കിയതും ഒക്കെ ഇയാളാണെന്നൊക്കെ പറയാണ്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, ഞാനല്ല, നമ്മുടെ വീട്ടിലേക്ക് മറ്റൊരു അതിഥി വന്നത് കൊണ്ടാണ് ഇപ്പം നമ്മുടെ ജീവിതം താളം തെറ്റാൻ കാരണം, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾ രണ്ടുപേരും അത് വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ സരയു പറയുന്നുണ്ട്, മനുവേട്ടനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും മിണ്ടാതെ അടങ്ങി അവിടെ കിടുന്നോ എന്ന് പറയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് സരയു ദേഷ്യപ്പെട്ട് അവിടെയൊന്നും പോകുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ശാരി പറയാണ് അത് മോള് പറഞ്ഞതുപോലെ തന്നെ മിണ്ടാതെ അട്ടങ്ങി അവിടെ കിടന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും എടുത്ത് തല തല്ലി പൊട്ടിക്കും, മര്യാദക്ക് അവിടെ കിടന്നു. ഞാൻ എന്ത് തെറ്റാ ശാരി നിന്നോട് ചെയ്തതെന്ന് രാഹുൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല എന്നോട് എന്ത് തെറ്റാ നിങ്ങൾ ചെയ്തതെന്ന്, ഇനി ഞാൻ എണ്ണി പറയണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ രൂപയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ ചന്ദ്രസേനനും രൂപയ്ക്ക് നിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അതൊന്നും നീ വിശ്വസിക്കരുത്, അവരൊക്കെ കള്ളാണ് പറയുന്നത് പറയുമ്പോൾ ശാരി സങ്കടപ്പെട്ടുകൊണ്ട് പറയണം, ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ, മിണ്ടാതെ അവിടെ കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ശാരിയും ദേഷ്യപ്പെടുകയാണ് രാഹുലിനോട്. അതിനുശേഷം കാണിക്കുന്നത് പ്രകാശൻ്റെ അമ്മ സരയുവിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. അങ്ങനെ സരയു വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് മോളെ പ്രകാശനെ ഹോസ്പിറ്റലിൽ വിട്ടു, പിന്നെ ഒരു ചെറിയൊരു വീട് എടുത്തിട്ടുണ്ട്, 10,000 രൂപ മാസം കൊടുക്കണം, ഇപ്പം പ്രകാശൻ എവിടേക്ക് മാറ്റിയിരിക്കുകയാണ്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, നാളെ തുടങ്ങി ഞാൻ ഇവിടേക്ക് ജോലിക്ക് വന്നോട്ടെ എന്ന് പറയുമ്പോൾ സരയു പറയാണ് വന്നോളാനല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വലിയ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പം എങ്ങനെയുണ്ട് പ്രകാശൻ എന്ന് ചോദിക്കുകയാണ് സരയു. അപ്പം മനസ്സിൽ അമ്മൂമ്മ വിചാരിക്കണോ നിന്നെക്കാളും മൂത്തതാടി, പേര് വിളിക്കുന്ന കേട്ടില്ലേ എന്ന് ചോദിക്കണം, ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സാരയെ ചോദിക്കുന്നുണ്ട്, നിങ്ങളോടാണ് ചോദിച്ചത്, എന്തേ നിങ്ങൾക്ക് ചെവിട് കേൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് മോളെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ പ്രകാശൻ ഓക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ ചെയ്തു, എന്തിട്ടാണ് ആൻറ്റിയോസ്പ്ലാസ് കുന്തിയോപ്ലാസ് എന്തിട്ടാണൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പം ആ സമയത്ത് അതിനൊക്കെ ഉള്ള പണം അപ്പുറത്തെ വീട്ടിലെ കല്യാണിയാണ് തന്നത് എന്ന് പറയുമ്പോൾ സരയിന് അത് ഇഷ്ടപ്പെടുന്നില്ല. സരയെ ചോദിക്കുകയാണ് എന്തിനാണ് അത് അവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയത്, നിങ്ങൾക്ക് എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ തരില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അയ്യോ മോളെ 1000 ഒന്നും പോരാ, 1000 ഒന്നും പോരാ, ലക്ഷങ്ങളാണ് ചിലവാക്കിയത് അവൾ, എന്നിട്ടാണ് അതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ സരയും മനസ്സിൽ വിചാരിക്കുകയാണ് ലക്ഷങ്ങളൊന്നും ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരാനൊന്നും പോകുന്നില്ല, പിന്നെ ഒരു വാക്കിന് അവിടെ ഇരിക്കട്ടെ എന്ന് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്നാൽ പോകട്ടെ മോളെ, നാളെ രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്ന് കയറാലേ എന്ന് പറയുമ്പോൾ ശരി, നിങ്ങൾക്ക് നല്ലോണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലേ എന്ന് സരയു ചോദിക്കുകയാണ്. മോളെ എനിക്ക് നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, ആ കല്യാണി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നന്നായി ഭക്ഷണം ഉണ്ടാക്കും, അപ്പോൾ അതിൽ നിന്ന് ദീപ പഠിച്ചു, പിന്നെ എൻ്റെ കയ്യിൽ നിന്നും ദീപയുടെ കയ്യിൽ നിന്നൊക്കെയാണ് കല്യാണി പാചകം പഠിച്ചത്, അങ്ങനെയാണ് അപ്പുറത്തെ വീട്ടിൽ അവനെ വീഴ്ത്തിയത്, അവൾക്കുള്ള കൈപ്പുണ്യം ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്, എന്ത് പറഞ്ഞാൽ മോൾ എന്ത് ആവശ്യപ്പെട്ടാലും ഞാനത് ഉണ്ടാക്കി തരും എന്നൊക്കെ അമ്മമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സരയു പറയാണ് നിങ്ങൾ നിൽക്ക്, ഞാൻ എന്തായാലും ആ പ്രകാശനെ ഒന്ന് കാണാം, ഞാനും വരാം നിങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ എങ്കിൽ വായു എന്ന് പറയാണ്. നിങ്ങളുടെ നിൽക്ക്, ഞാൻ ഒരുങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് സരയു മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ ഇങ്ങനെ കിടക്കുന്നത് കാണിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അമ്മൂമ്മ വരുന്നുണ്ട്. അമ്മൂമ്മ പറയാണ് മോനെ നിന്നെ കാണാൻ ഒരാളും കൂടി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ സരയു അവിടേക്ക് വരുന്നുണ്ട്. വലിയൊരു കവറിൽ കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ ഫ്രൂട്ട്സ് അങ്ങനെ നമ്മുടെ പ്രകാശൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ പ്രകാശം പറയാണ് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ സുഖമായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം എന്തായാലും നാളെ തുടങ്ങി അമ്മയ്ക്ക് അവിടെ ജോലിക്ക് വരാല്ലേ, അമ്മേനെ വേണ്ട കാര്യങ്ങളൊക്കെ സരയു ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ എന്തായാലും നന്നായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു നന്ദി പ്രകടനം പോലെ പ്രകാശൻ അങ്ങനെ സരയിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സരയ് പറയാണ് ഇതിനെല്ലാത്തിനും നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയതൊക്കെ ആ കല്യാണിയാണ്, കല്യാണിയല്ലേ ഇതിൻ്റെ പുറകിൽ നിന്ന് കളിച്ചത്, എൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതം ഒക്കെ ഇങ്ങനെയാവാൻ കാരണം അവളാണെന്നൊക്കെ ഇങ്ങനെ കല്യാണിയെ പറ്റി കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ മകൻ ഇപ്പോൾ ഇവിടെ ജയിലിലാവാനും കാരണം അവളല്ലേ, അവൾ ജയിലിൽ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ സരയ് പറയാണ്. ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പോൾ അമ്മമ്മ പറയാണ് 14 ദിവസം കഴിഞ്ഞിട്ട് അവനിനി പുറത്തിറങ്ങാൻ പറ്റാവോ എന്താവോ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ അമ്മൂമ്മയും പറയുന്നുണ്ട്. ആ സമയത്ത് അവൻ വന്നു കഴിഞ്ഞാൽ അവനെ നിങ്ങൾ എരിപിരി കയറ്റിക്കൊള്ളണം, അവനെ കല്യാണിയെ കൊല്ലാനുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് പക കുത്തിവെക്കണം എന്നൊക്കെ ഇങ്ങനെ അമ്മൂമ്മയോടും പ്രകാശനോടും പറയുമ്പോൾ അമ്മൂമ്മ പറയാണ് എന്തിനാ മോളെ അതൊക്കെ കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ പുറകെയൊക്കെ ഇങ്ങനെ നടക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അത് കേൾക്കുമ്പോൾ നമ്മുടെ സരയുന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പ്രകാശം പറയാണ് എല്ലാം സരയു പറഞ്ഞതും കാര്യമുണ്ട്, സരയു അവളിങ്ങനെ പറഞ്ഞത് എന്തായാലും നന്നായി, കാരണം അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് അവളോട്, ആ കല്യാണിയോട്, അവളെന്തായാലും ഞാനൊന്ന് ശരിയായതിനു ശേഷം അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സരയുന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സരയു അവിടെ നിന്നും പോകുമ്പോൾ അമ്മൂമ്മ പ്രകാശനോട് പറയാണ് എടാ പ്രകാശ, നീ അവളുടെ വാക്ക് കേട്ട് ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട, നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് തന്നെ തിരിച്ചടിയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഭ്രാന്തായിട്ട് കിടന്നിരുന്നതൊക്കെ നിനക്ക് ഓർമ്മയില്ല, പിന്നെ ഇപ്പം എന്ത് ചെയ്താലും നിനക്ക് അതിനുള്ള ആരോഗ്യമല്ലോ ഒന്നുമില്ല, അതുകൊണ്ട് നീ അതിനൊന്നും മെനക്കെടാൻ നിൽക്കണ്ട, നീ വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രകാശം പറഞ്ഞല്ല, അവൾ പറഞ്ഞത് കൊണ്ടല്ല, എനിക്ക് എന്തായാലും അവളോടും അവളുടെ അമ്മയോടും ആ കിരണോടൊക്കെ ഭയങ്കര തീരാത്ത പ്രതികാരമാണുള്ളത്, അതുകൊണ്ട്
എൻ്റെ മോനും കൂടി വരട്ടെ, അത് അവളെ ഞാൻ തന്നെ തീർക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രകാശനും. പിന്നീട് നമ്മുടെ സരയുവാണെങ്കിൽ തിരിച്ചു വരുന്ന കാണിക്കുന്നുണ്ട് വീട്ടിലേക്ക്. അങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് ഫോൺ എടുത്തിട്ട് മനുവിനെ കുറേ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മനുവേട്ടൻ ഇത് എവിടെ പോയി കിടക്കാണ്, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പിറുപിറുത്തോണ്ട് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ മനുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ മനു ആണെങ്കിൽ നമ്മുടെ നിഷയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ വന്നിരുന്ന് വീണ്ടും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിഷയുടെ അച്ഛനമ്മയെ അരികിലിരിക്കുന്നുണ്ട്. നിഷയാണെങ്കിൽ മുകളിൽ നിന്ന് പതുക്കെ പതുക്കെ ഇറങ്ങി വരികയാണ്. നിഷയെ കാണുമ്പോൾ ഒരു കള്ളനോട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണ് മനു. നിഷയും അങ്ങോട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഇല്ലാത്ത ബിസിനസ്സിനെ കുറിച്ചൊക്കെ തന്നെ ഇങ്ങനെ ഓരോന്ന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനു അച്ഛനോടും അമ്മയോടും. അപ്പോൾ അവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അമ്മ മകളുടെ ചെവിട്ടിൽ ഇങ്ങനെ പറയാണ്, മോളെ നിന്റെ ഭാഗ്യടി ഇത്, ഇങ്ങനെ ഒരു പുരുഷനെ, ഇങ്ങനെ ഒരു ചെക്കനെ മഷിയിട്ട് പോയി നോക്കിയാൽ പോലും കിട്ടത്തില്ല, നിന്റെ ഭാഗ്യം, മഹാഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേഘനയെ കുറിച്ച് പറയുന്നുണ്ട്. മേഘനയുടെ പേരൊന്നും പറയുന്നില്ല, ചേച്ചിയെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ പറയാണ് അവള് സ്നേഹിച്ച് കല്യാണം കഴിച്ച് പോയതാണ്. അപ്പോൾ അച്ഛനിങ്ങനെ അവളെ ന്യായീകരിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പം പല ചെറുപ്പക്കാരും വണ്ടിമേൽ വന്നിങ്ങനെ പെൺകുട്ടികളെ വീഴ്ത്തുന്ന നോക്കുന്നുണ്ടല്ലോ, അതിൽ വീണതാണ് എൻ്റെ മകൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാണ്, ഞങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് അവൾ പോയത്, ഞങ്ങൾ എന്തായാലും അവൾക്ക് നല്ല ജീവിതം കിട്ടട്ടെ എന്ന് തന്നെയായിരുന്നു മനസ്സിൽ. പക്ഷേ നമ്മുടെ മനസ്സ് വേദനിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു നല്ലൊരു ജീവിതം കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അമ്മയും പറയാണ്. എന്തായാലും ഏതൊരു ഗുണ്ട പോലുള്ള ഒരുത്തനായിരുന്നു, അതുകൊണ്ടാണ് വേറെ ഏതോ ഗുണ്ടകൾ വന്ന് അവനെ വെട്ടിക്കീറി കൊന്നു കളഞ്ഞത്. പിന്നെ ഇപ്പോൾ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേണ്ട അമ്മേ അതൊന്നും. അപ്പോൾ നമ്മുടെ നിഷയുടെ അമ്മ അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട്, വേണ്ട അതൊന്നും മോനോട് പറയണ്ട എന്ന് പറയുമ്പോൾ മനു പറയണം, അത് ശരിയാണ്, എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ് അതൊക്കെ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം അമ്മയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് കല്യാണം എൻഗേജ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം, എൻ്റെ അച്ഛനമ്മയും വരുന്നുണ്ട് US നിന്ന് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ആ ഒരു വലയിൽ നമ്മുടെ നിഷയെ വീഴ്ത്തി കഴിഞ്ഞിരിക്കുകയാണ്. നിഷയുടെ അച്ഛനും അമ്മയും ഒക്കെ വീഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത് തന്നെ നിഷയെ കഴുത്തിൽ മനു താലി കെട്ടുന്നുണ്ട്. മേഘനയെ കുറ്റപ്പെടുത്തിയ സംസാരിച്ച നിഷയുടെ ജീവിതം തകർന്ന് തരിപ്പണമാകുന്നത് മേഘനയുടെ കണ്ണിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ മേഘനയുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യുകയാണ് കല്യാണി. അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.